അസ്സലാമലൈക്കും. ഞാനിന്ന് മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ധാന്യങ്ങൾ വെള്ളത്തിൽ കുതിർത്തി മുളപ്പിക്കുന്ന ഒരു രീതി. അപ്പം ഞാനിന്ന് ചെറുപയറാണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ കടല, ഉലുവ, കടുക് പോലുള്ള ധാന്യങ്ങളൊക്കെ മുളപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാനൊരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് നമ്മൾ രാവിലെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലുള്ളൊരു അരിപ്പയിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് നന്നായി വെള്ളം വടിഞ്ഞതിന് ശേഷം ഇതുപോലുള്ളൊരു കോട്ടൻ്റെ തുണി, തോർത്തിൻ്റെ കഷ്ണമായാലും കുഴപ്പമില്ല, അത് തോർത്തിൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഈ വെള്ളം വാർത്ത് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി കിഴി പോലെ ഇങ്ങനെ 4 ഭാഗം കൂട്ടി വെച്ച് കൊടുക്കുക. വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ ഉള്ള വെള്ളം മതി. പിന്നെ ഇങ്ങനെ മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ഹ്യൂമിഡിറ്റി ഇതിലിങ്ങനെ നിൽക്കും. അത് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യത്തിനുള്ള മുളക്കാനുള്ള വെള്ളം അത് മതി. അങ്ങനെ ഞാൻ മുളപ്പിച്ച ചെറുപയറിൻ്റെ മുളച്ച് വന്ന ഇതാണ് ഈ കാണുന്നത്. നിറയെ മുള വന്നിരിക്കുന്നത്. വേര് പുറത്തേക്ക്, ഈ തുണിയുടെ പുറത്തേക്ക് ഞാൻ ഇതിൽ പൊട്ടി കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ പച്ചയിൽ വേവിച്ച് കഴിക്കുന്നതിനേക്കാളും വളരെയധികം ഫലമുള്ളതാണ് ഇങ്ങനെ ഇതുപോലെ മുളപ്പിച്ച് കഴിക്കുന്നത്. കുട്ടികൾക്കൊക്കെ തനിച്ച് കൊടുത്താൽ അവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ചോറിലോ സലാഡിലൊക്കെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരും കഴിക്കും. നമ്മൾ വലിയവർക്കും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണിത്. ഇതുപോലെ കടല, ഉലുവ, മറ്റ് ധാന്യങ്ങളൊക്കെ, കടുക് പോലുള്ളതൊക്കെ മുളപ്പിച്ച് കഴിക്കുക. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ മുള വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പ്പ് വരും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ മുള വന്നതിന് ശേഷം നമ്മൾ കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ ഇത് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് മുന്നും ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഹോളുള്ള പാത്രം വെള്ളത്തിൽ ഇറക്കി വെച്ച് ജസ്റ്റ് വെള്ളം ഒന്ന് മുട്ടില്ല എന്നുള്ള തരത്തിലുള്ളൊരു വീഡിയോ അയച്ചിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇത് ഞാൻ ഏതായാലും മുളപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ധാന്യങ്ങൾ, അതായത് ചെറുപയർ പോലുള്ള മറ്റ് ധാന്യങ്ങളും മുളപ്പിക്കുക. അപ്പോൾ ഇതൊരുപാട് ഗുണങ്ങളടങ്ങിയിട്ടുള്ളതായതിൻ്റെ പേരിൽ നിങ്ങളും ഇതുപോലെ ധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ പാലുണ്ടാവാനൊക്കെ നല്ലൊരു വഴിയാണ് ഇതിലൂടെ നമുക്ക് കിട്ടാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മുളപ്പിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.